ഹലോ ഗായ്സ്, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞങ്ങളുടെ വളരെ സ്പെഷ്യൽ ഡേ ആണ്. നമ്മുടെ കയ്യാപ്പിയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പൊ രാവിലെ ഇപ്പൊ ഇന്നലെ ഞങ്ങൾ മിഠായിയൊക്കെ മേടിക്കാണ്ട് നടന്നില്ല. ഭയങ്കര നമ്മൾ പ്രതീക്ഷിക്കല്ല വൈകിട്ട് മഴ പെയ്യുന്നു. അങ്ങനെ ആ പ്രതീക്ഷ മഴ ഇന്നലെ ഒന്നും മേടിക്കാൻ പറ്റിയില്ല. അപ്പൊ ഇന്ന് രാവിലെ പോയിട്ട് കയ്യാപ്പിനെ കൊണ്ട് കയ്യാപ്പിക്ക് ഇഷ്ടപ്പെട്ട് മിഠായി എല്ലാം മേടിച്ച് മദ്രസയിൽ പോയി ഇതുവരായിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങളുടെയൊക്കെ ബർത്ത്ഡേക്ക് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കും. അപ്പോൾ കയ്യാപ്പി കഴിഞ്ഞ ദിവസം പറഞ്ഞു നിങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ബർത്ത്ഡേ ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കില്ല, എനിക്ക് മാത്രം എന്താ എനിക്കും ഇക്കാക്ക് മാത്രം ആരും ഗിഫ്റ്റ് ഒന്നും കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അപ്പോൾ അതെ അവരെൻ്റെ മദ്രസയിൽ പോയ സമയത്ത് ഞാൻ നെയ്സായി കൂടെ വാങ്ങിക്കുന്ന കാര്യമൊന്നും പറ. അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് മുന്നേ മദ്രസയിൽ പോകുന്നതിന് മുന്നേ ചോദിച്ച് വാങ്ങിക്കുമോ നിങ്ങൾ, എനിക്ക് ഗിഫ്റ്റ് വരുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞങ്ങൾ പറഞ്ഞു ഇനി എപ്പം പോകാൻ, ആ സമയമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പം ആരും മദ്രസയാക്കിയിട്ട് ഞാൻ നമുക്ക് ഇവിടെ ഇവിടെ നമുക്ക് അടുക്കളയിലോട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു. അപ്പം അതും കൂടെ വാങ്ങിച്ച് അതിൻ്റെ ഇടക്ക് അവരറിയാതെ ഈ സാധനം കൂടെ വാങ്ങിക്കാനാണ് പോവാം. ഇക്ക പറഞ്ഞാൽ ഞങ്ങൾ മൂന്നേരും കൊടുക്കുന്ന രീതിയിൽ ഗിഫ്റ്റ് വാങ്ങിക്കാനും പറഞ്ഞു. വലിയൊന്നുമല്ല, കുഞ്ഞു കുഞ്ഞു ചെറിയ ഗിഫ്റ്റ് ഖദീജക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെറിയ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ വരാം. ഞങ്ങളുണ്ട് ഇറങ്ങി താമസിക്കുകയാണെങ്കിൽ ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അവരൊന്ന് വിളിച്ച് വീട്ടിലോട്ട് ആക്കിയേക്കാൻ പറഞ്ഞു. വാപ്പിയോട് വിളിച്ച് പറഞ്ഞു. അപ്പം ഞങ്ങൾ ആ സാധനം മേടിക്കാൻ വേണ്ടി പോയി. അങ്ങനെ നമ്മൾ കയ്യാപ്പിക്ക് ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ടുണ്ട്. അത് ഗിഫ്റ്റ് എടുക്കാൻ ഞാൻ എന്താ പറയുക, ഞങ്ങൾ ഫോണിൽ അങ്ങനെ വീഡിയോ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് കയ്യാപ്പി അത് കാണും. കയ്യാപ്പി എന്ന് വെച്ചാൽ ഞങ്ങൾ ഓട്ടോമാറ്റിക് അറിയാം രണ്ടുപേരുടെ ഫോൺ എടുത്ത് നോക്കാം. അതുകൊണ്ട് ഞങ്ങൾ ഗിഫ്റ്റ് മേടിക്കാൻ ഷോപ്പിലോട്ട് പോകുന്ന മാത്രമേ എടുത്തുള്ളൂ. നൈസ 2 ഗിഫ്റ്റ് ഞങ്ങൾ പാക്ക് ചെയ്തുകൊണ്ട് വന്നു. ഒന്നത് ഇതാവുന്ന ചെറിയ ബോക്സ്, ഇനിതാ കുറച്ച് കയ്യാപ്പയ്ക്ക് ഇടാനുള്ള കുറച്ച് ഓർണമെൻറ്റ്സുകൾ വാങ്ങിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ പാക്ക് ചെയ്തില്ല. അപ്പം ഇക്കാതെ വീട്ടിലോട്ടൊന്ന് പോകണമായിരുന്നു. അപ്പം നെയ്സാനെയും കൂട്ടി അവർ രണ്ടുപേരും കൂടി ഞാൻ പറഞ്ഞു വിട്ട് അതിന് ഈ സാധനം കൂടെ നമുക്കൊന്ന് പൊതിയണം, ഷടപടേന്ന് പറഞ്ഞ് പൊതിഞ്ഞെടുക്കാം. അപ്പം അതിനുള്ളിൽ എന്തായാലും അവർ വരും. അപ്പോൾ കയ്യാപ്പ ഇപ്പോഴും കൂടെ ചോദിച്ചു, ഉമ്മി കേക്ക് വാങ്ങിച്ചില്ല, ഗിഫ്റ്റ് വാങ്ങിച്ചില്ല, എന്തുവാണ് ഉമ്മി, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞ കയ്യാപ്പി മേടിച്ചില്ലടോ, വൈകിട്ടാകട്ടെ, ഞങ്ങളിപ്പോൾ സാധനങ്ങൾ പച്ചക്കറിയൊക്കെ വാങ്ങിക്കാൻ പോയിരിക്കുമായിരുന്നു. വന്നിട്ട് നമുക്ക് വൈകിട്ടൊക്കെ ആയിട്ട് അപ്പോൾ എനിക്ക് സർപ്രൈസ് തരും. കഷ്ടമാണ് ഉമ്മി, ഞാൻ എത്ര ദിവസം നിങ്ങളോട് പറയുന്നതൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിപ്പുണ്ട്. അപ്പം നമുക്ക് അവർ വരുന്നതിന് മുന്നേ ഫസ്റ്റ് സാധനം ഇത് പൊതിയാം. നമ്മുടെ പാക്കിങ് കഴിഞ്ഞു. ഒരു കുഞ്ഞു ഗിഫ്റ്റ് കയ്യാപ്പയ്ക്ക് കുഞ്ഞാണ്. കയ്യാപ്പയ്ക്ക് അങ്ങനെയൊന്നുമില്ല, നമുക്ക് എന്ത് കിട്ടിയാലും ഭയങ്കര സന്തോഷമാണ്. അതൊരു കുഞ്ഞിന് മിഠായി ആണെങ്കിൽ തന്നെ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ കുറേ നാളായിട്ട് ഞങ്ങളോട് കയ്യാപ്പ പറഞ്ഞ ആഗ്രഹം. സത്യം പറഞ്ഞാൽ നമ്മളിപ്പം ഇതായിട്ട് ഇവർക്കല്ലാതെ ആണെങ്കിലും ഇഷ്ടംപോലെ, ഇക്കാണെങ്കിലും ഇഷ്ടംപോലെ സാധനങ്ങൾ, ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കും. എവിടെ പോയാലും എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കും, രണ്ടുപേർക്ക് വാങ്ങിക്കാറില്ല. അപ്പോൾ ചില നേരത്തെ ഇവർ പറയും ഞങ്ങൾക്ക് ചോയ്സ് വേണം, ഇക്കാട് പറയുമ്പോൾ ഇക്കായിട്ടൊന്നെങ്കിൽ പോയി വാങ്ങിക്കും, ഞങ്ങളായിട്ടും പോയി വാങ്ങിക്കും. അങ്ങനെ അപ്പോൾ എന്തായാലും അവർ പറഞ്ഞില്ല, നമ്മുടെ മക്കളുടെ ആഗ്രഹങ്ങളെല്ലാം നമ്മളെല്ലാം സഹിച്ച് വേറെ ആരും സഹിച്ചു കൊടുക്കാൻ വേണ്ട. അപ്പോൾ ഇക്ക പറഞ്ഞ് ഞാൻ ഓരോരുത്തരും ഓരോ ഗിഫ്റ്റ് വെച്ച് കൊടുക്കും. അപ്പോൾ കയ്യാപ്പിക്ക് ഒന്നും കൂടെ സന്തോഷമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ 3 ഗിഫ്റ്റ് മേടിച്ചത്. ഞങ്ങൾക്ക് തന്നെ അടുത്ത മെയ് 12 അച്ചുകുട്ടിൻ്റെ കൂടെ ബർത്ത്ഡേ ആണ്. രണ്ടുപേരുടെ ഒരേ മാസം തന്നെയാണ്. ഞങ്ങളുടെ രണ്ടുപേരുടെയും വെഡിങ് ആനിവേഴ്സറിയും ഒരേ ദിവസം തന്നെയാണ്. അത് കണക്കിന് പിള്ളേരുടെയും ബർത്ത്ഡേ ഒരു ദിവസം തന്നെയാണ്. ഞങ്ങളുടെ ഒരുമാതിരി എല്ലാ ആഘോഷങ്ങളും ഇങ്ങനെ അടുപ്പിച്ച. അപ്പോൾ അവർ പോയിട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ പോയിട്ട് ദാഹിക്കും. ഞാൻ പറഞ്ഞു നിങ്ങൾ പോയിട്ട് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഞാൻ നാരങ്ങാവെള്ളം കലക്കി വെക്കാം. അപ്പോൾ ഇവർക്ക് മറ്റേ പുതിനയായിട്ട് നാരങ്ങാവെള്ളം കലക്കുന്നത് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ആ സമയത്ത് ഞാൻ പറഞ്ഞു നമ്മുടെ വാതിക്കൽ തന്നെ ഞാൻ നട്ടുപിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് പുതിന വെച്ചിട്ട്. അപ്പം അതിനകത്ത് നിന്നൊക്കെ പുതിന അവർ പോകുന്ന സമയത്ത് ഞാൻ പുതിന പറിച്ചെടുത്ത്
അപ്പം ഞാൻ നിങ്ങൾ പോയിട്ട് അപ്പോഴത്തേക്ക് ഉമ്മ അടിച്ച് വെക്കാന്നൊക്കെ പറഞ്ഞു. അപ്പം എനിക്ക് പോയിട്ട് വരുമ്പോഴത്തേക്ക് ഐസൊക്കെ ഇട്ട് തരണേന്നൊക്കെ പറഞ്ഞിട്ട് കയ്യാപ്പി പോയിട്ടുണ്ട്. അപ്പം അവരുടെ വിചാരം ഞാൻ ഇതാക്കും. പക്ഷേ ഞാൻ ആദ്യം ഞാൻ വിചാരിച്ചു ഞങ്ങൾ നാലുകൂടെ ഒന്നിച്ച് പോകുന്ന പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഒന്നിച്ച് പോകുന്ന പൊതിയിൽ നടക്കത്തില്ല. അവർ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് അവർ ഉറക്കി കിടത്തിയിട്ടാണെങ്കിലും പൊതിയെന്ന് വെച്ചാൽ പക്ഷെ നടക്കത്തില്ല. കാരണം വെച്ചാൽ അന്ന് ഇതിനൊക്കെ ഇക്കയുടെ ബർത്ത്ഡേയുടെ ഗിഫ്റ്റ് പൊതിഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് അവർ കാണാതിരുന്ന ഇതാക്കിയ സമയത്താണ് അവർ കണ്ടുപിടിച്ചത്. അപ്പം അവരെ വിട്ടാൽ മാത്രമേ നമുക്കത് പൊതിയൽ നടക്കത്തുള്ളൂ. അതുകൊണ്ട് അവരെ പറഞ്ഞു വിട്ട. അപ്പം ഇനി അവർ വരുന്നതിന് മുന്നേ നമുക്ക് നാരങ്ങളെല്ലാം കലക്കി വെക്കാം. അപ്പം ഞങ്ങൾ ഇന്ന് ഉച്ചക്ക് ഫുഡ് ഞാൻ ടൊമാറ്റോ റൈസ് ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ നാളെ എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമാണ്. അപ്പോൾ വൈകിട്ട് ഞങ്ങൾ ഇന്ന് എല്ലാവരും കൂടെ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പ്രത്യേകിച്ച് ഇന്ന് മീൻ കറികൾ അങ്ങനെയൊന്നും വെച്ചൊന്നുമില്ല. അപ്പോൾ ഞങ്ങളിന്ന് പൊട്ടാറ്റോ റൈസ് ഉണ്ടാക്കാം. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വന്നിട്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന. അപ്പോൾ പിള്ളേർ ഇന്ന് മദ്രസ വന്നപ്പോഴത്തേക്കും അവിടെ ഏതൊരു ഉമ്മയുടെ ആണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇതായിട്ട് അവർക്ക് ബിരിയാണി കൊടുത്തു കിട്ടും. അപ്പോൾ രണ്ടുപേർക്കും ഓരോ പൊതി വെച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി പ്രത്യേകിച്ച് കാരണം വെച്ചാൽ ഞങ്ങൾ വെച്ചാൽ ബിരിയാണി ഞങ്ങൾക്ക് 4 പേർക്കും കൊണ്ട് അത് കഴിക്കാതെ മതിയായിരിക്കും. അതുകൊണ്ട് ഇന്ന് പ്രത്യേകിച്ച് ഇന്ന് ഫുഡ് ഉണ്ടാക്കലൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ ഇന്ന് എന്തായാലും വൈകിട്ട് പോയി ഫുഡ് അടിക്കേണ്ടി വരും. അതുകൊണ്ട് ഇത് സ്പെഷ്യലായിട്ട് അല്ലെങ്കിൽ ഞങ്ങളിവിടെ എന്തെങ്കിലും ബിരിയാണി അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കുന്നതാണ്. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് സ്പെഷ്യലുകളൊന്നുമില്ല ഇവിടെ. ഇത് പിന്നെ ഇക്ക വന്നതിന് ശേഷമാണ് കേക്ക് പോലും മറ്റു ആഘോഷങ്ങളും എല്ലാം ഞങ്ങൾ. ഇവിടെ ഒരാള് ബർത്ത്ഡേക്ക് ഇടാനുള്ള മെഹന്തി ഡിസൈൻ നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങോട്ട് നോക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു വേണം ഇടാൻ. രാവിലെ ഉമ്മ ഇട്ട് ഇവിടെ കാണിച്ച് രാവിലെ മദ്രസയിൽ പോകുന്നതിന് മുന്നേ ഉള്ള കലാപരിപാടിയാ. ഇത് കൈ നിറച്ചിടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹായ്, ഇന്നെന്റെ ബർത്ത്ഡേ ആണ്. ഭയങ്കര സന്തോഷാവാ. പോയിട്ട് കയറി വന്ന് അതൊന്ന് ബിരിയാണിയും കഴിച്ച് ബിരിയാണി ബർത്ത്ഡേ ആയതുകൊണ്ടാണ് ഇന്ന് ബിരിയാണി ഇട്ട മദ്രസയിൽ. ആണോ? മിഠായി കൊടുത്ത എല്ലാ പിള്ളേർക്കും? സാറിന് ഒരുപാട് ഇഷ്ടമില്ല. ഞങ്ങൾക്ക് മിഠായി ഒന്നും ഇല്ലല്ലോ. ഞങ്ങൾക്ക് മിഠായി ഒന്നും ഇല്ലല്ലോ. രാവിലെ പോയിട്ട് മിഠായൊക്കെ പോയി മേടിച്ചു കൊടുക്കും. തിരിച്ചെന്നോ പാർട്ടി എടുത്തില്ലേ മിഠായി? ബാക്കി തിരിച്ചു തന്നാ അപ്പുറത്തേലുണ്ട്. ഞാൻ കണ്ടില്ലേ അവര് മുമ്പിക്ക് പോകാൻ അബി നോക്കില്ലേ? നമുക്കില്ലേ എനിക്കൊരു കുട്ടിയല്ലോ എടുക്കുന്നേ. വന്നിട്ടില്ലല്ലോ. അന്ന് വന്നോ ഇല്ല വേണ്ട. വണ്ണുണ്ടോ അത് ആവശ്യമില്ല. തിരിഞ്ഞും മറിഞ്ഞൊക്കെ ഇരുന്നത് ഇത്ര ആക്കി എടുത്തിട്ടുണ്ട് അനിയ. ഇനി കൈയും കാലും ഒക്കെ നിറച്ച് വേണമെന്നാ പറഞ്ഞിരിക്കുന്നത്. കയ്യാപ്പി അവിടെ ഇരുന്ന ഓരോ മോഡല് നോക്കി പറഞ്ഞു കൊടുക്കുന്ന ഇടാനായിട്ട്. ലാസ്റ്റത്തെ ഇവിടെ വരെയായി.
ഞങ്ങൾക്ക് ഇനി റോസും കൂടി ഉള്ളത് ഈ താരത്തെ ഈ പോർഷൻ മാത്രമാണ്. ബാക്കിയുള്ള കവർ ചെയ്താ കൊണ്ടെല്ലാം ഒന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് ചുമക്കുന്നുണ്ടേ. രണ്ട് കൈ വലത്തെ കൈയുടെ അകത്തില്ല, മടുത്തെന്ന് കൈ നീട്ടി നീട്ടി. ബാക്കി എല്ലാ സ്ഥലവും കംപ്ലീറ്റ് ചെയ്തു. അവിടെ കാണിച്ച് ഡിസൈൻ കാണിക്ക്. അതിൻ്റെ ഇടക്ക് ചോക്കോസ് ഒക്കെ കഴിച്ച് അത് അത്രയും കംപ്ലീറ്റ് ചെയ്ത്. ഇനി ബാക്കി കാലില് തുടങ്ങിയതേ ഉള്ളു. അതിസാഹസികമായിട്ടുള്ള മെഹന്തി ഇടലാണ് കാലിലത്. അനിയ നിലത്തൊക്കെ ഇരുന്ന ഇടുന്നത്. ഒരാൾക്ക് കാലിൽ മെഹന്തി ഇടാൻ പിക്കിളെടുക്കുന്നത്. മണിക്ക് തുടങ്ങി 3 മണിയായപ്പം തീർന്നു. ഒരു കൈ 2 കാലുകൾ കഴിഞ്ഞപ്പോൾ തന്നെ വയ്യ മടുത്തത്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ആ കയ്യിന് വേണം. ആ കൈ മൊത്തം കുളവാക്കി കയ്യിലെടുത്തിട്ടുണ്ട്. പറഞ്ഞ് കാണിച്ചു. ഇങ്ങനെ 2 കൈ ഒന്നിച്ച് കാണിച്ചേ. ഇങ്ങനെ നേരെ പിടി, ഇങ്ങനെ പിടി. ആ ബാക്ക് കാല് തീർന്നല്ലോ. ഇനി എൻ്റെ ആഗ്രഹം. ഇനി എന്താ എനിക്ക് വേണ്ടത്? ഇനി തനിക്ക് എന്താ വേണ്ട? ഇങ്ങനത്തെ പായസം. ഹലോ ഗായ്സ്, പായസം ഉണ്ടാക്കാൻ നേരത്തെ ഞങ്ങളടുത്ത് പറഞ്ഞു ഞാൻ പറഞ്ഞോളാം നിങ്ങൾ പറയണ്ടെന്നും പറഞ്ഞുകൊണ്ട് സ്റ്റൂൾ എടുത്തോണ്ട് പൊക്കത്ത് ഞങ്ങളുടെ കൂടെ വന്നിന്നെ. ഇവിടെ വന്നപ്പോ നാണം പറ. അപ്പൊ നെക്സ്റ്റ് ഞങ്ങളുടെ ഒരു സാധാ പായസം. എല്ലാരും ഉണ്ടാക്കുന്ന പല രീതിയിലും ഞങ്ങളും ഉണ്ടാക്കും ഞങ്ങളുടേതായിട്ടുള്ള സ്റ്റൈല്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ പായസം. ഇവിടെ സേമിയ ഒരു സൈഡിൽ ഒടിച്ചോണ്ടിരിക്കുന്ന ഒരു സൈഡിൽ കൂടെ തിന്നോണ്ട് ഞാൻ കൂട്ടത്തിൽ ഒന്നും കളയണ്ട. ഞങ്ങള് പറഞ്ഞില്ല വളരെ പെട്ടെന്നുള്ള പായസമാണ്. അതുകൊണ്ട് ഇത്രയായി. ഇനി അതും കൂടി വറുത്തിട്ടാ മതി. പാലും സേമിയ നെയ്യില് മൂപ്പിച്ചിട്ടിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വന്നാൽ മതി. ഇതും കൂടി ഇട്ട് പഞ്ചസാര ഇട്ട് കഴിക്കാം. പായസം റെഡി. ഹാപ്പി ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കണമെന്ന് നേരത്തെ നമ്മളോട് പറയുന്നുണ്ട്. അപ്പൊ ഇന്ന് ഉച്ചക്ക് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ് ഗിഫ്റ്റ് വാങ്ങാൻ പോകുമ്പോ എന്നെയും കൊണ്ടുപോവാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആ കൊണ്ടുപോവാന്ന് പറഞ്ഞു. അത് ഞങ്ങള് ഫുഡ് കഴിക്കാതപ്പോ അനിയ പറഞ്ഞു അതെ ഒരു കാര്യമുണ്ട്, ഞങ്ങള് ഗിഫ്റ്റ് ഒന്നും വാങ്ങിച്ചിട്ടില്ല. വാപ്പി വരുമ്പോഴത്തേക്കും വാങ്ങിച്ചോണ്ട് വരും. വാപ്പിക്ക് കാശില്ല. ചിലപ്പോ 2, 5 അങ്ങനെ വല്ല. എനിക്ക് കുഴപ്പമാണെന്ന് വെച്ചാൽ എന്റെ മോക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞല്ലേ. കുഴപ്പമുണ്ടോ എന്റെ മോക്ക്? ആദ്യം പറഞ്ഞെങ്കിൽ ഞാൻ കേക്ക് പോലും മുറിക്കത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു കുഴപ്പമില്ല. ഞാൻ വേണം. എന്തെങ്കിലും ഞങ്ങൾ 3 പേരും ഓരോ ഗിഫ്റ്റ് കൊടുക്കണോന്ന് പറഞ്ഞു. ആ മിഠായി ഡ്രസ് എടുത്തു കൊടുത്തു. ഇനി ഞങ്ങൾ 3 പേരേ ഉള്ളു. പൊതിഞ്ഞു കൊടുക്കണോന്ന് പറഞ്ഞു. എനിക്ക് ഡ്രസ് എടുത്താണ്. ഇനി ഇവർ 2 പേരെ ഗിഫ്റ്റ് വെച്ചാല്. അപ്പൊ അച്ചുകൂട്ടനോ? അച്ചുകൂട്ടൻ ഒന്നും വെച്ചിട്ടില്ലാന്നെങ്കിൽ അറിയുന്നേ. അച്ചുകൂട്ടന്റെ കുടുക്കയില് പൈസ ഉണ്ടല്ലോ. അന്നേരം കയ്യാപ്പി പറയുന്നേ. കയ്യാപ്പി ഇവര് 2 പേരും കൂടെ ഉമ്മായും അപ്പായും ഒക്കെ പൈസ കൊടുക്കും. ചെല്ലുമ്പോഴത്തേക്ക് ചൂട് വീഡിയോ എടുത്തോണ്ടിരുന്നോ അങ്ങ് വിളിച്ച് അങ്ങനെ ഞങ്ങള് സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് പിന്നെ എടുക്കാന്ന് വെച്ചപ്പോ പായസത്തെ ഒഴിക്കേണ്ടി വന്നില്ല. തെറിച്ച് മൊത്തം അതിനകത്തോട്ട് തന്നെ വീണിട്ടുണ്ട്. ചിലരുണ്ട് അടുത്ത് വന്നിരുന്ന് ഓരോന്നിങ്ങനെ നക്കി തിന്നോണ്ടിരിക്കുവായിരുന്നു. ഞങ്ങളുടെ പുറകെ ഇരിപ്പുണ്ട് താഴത്ത് ഒരു കള്ളിപ്പൂച്ച. അത് താഴത്തിരുന്നോണ്ട്
മൈലാഞ്ചി ഇട്ട് കൊടുത്തത്. അത് ഭയങ്കര ഇഷ്ടം മൈലാഞ്ചി ഇടാൻ വേണ്ടി. പക്ഷെ ഇട്ട ഉടനെ കഴിയണം. ഞാൻ നോക്കാന്നത് പിന്നെ അവിടെ വെളിയിൽ പൈപ്പിൻ ചോട്ടി പോയി കഴിയാൻ ഞാൻ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക, പൊളിക്കട്ടെ. അപ്പൊ നമ്മൾ ഇരിക്കുന്നവർ നല്ലപോലെ ഡ്രൈ ആയി കഴിഞ്ഞ് അത്രയും കളർ കിട്ടത്തില്ല. അവിടെ ആരോട് പറയാൻ, ആര് കേൾക്കാൻ? കുത്തിയിരുന്ന് പൊളിച്ചോണ്ടിരിക്കുക, കുത്തിയിരുന്ന് പുറകെ ഇരുന്നോണ്ട്. കാണാവോ കുഞ്ഞിത്തല ഇടാൻ പെരുന്നാളിന് ഇതേ കണക്കിന് 2 കൈയിലും കാലിലും വേണമെന്നുകൊണ്ട് ബഹളം വെച്ച് ഭയങ്കര കരച്ചിലും ബഹളമായിരുന്നു. അന്ന് ഓരോ ദിവസമായിട്ടാണ് 2 കൈയിലും 2 കാലിലും ഇട്ട് കൊടുത്തത്. ഇന്ന് ഒറ്റയടിക്ക് ഇരുന്നോണ്ട് ഇട്ട് കൊടുത്ത ഇക്കയുടെ മോള് വന്നപ്പോഴത്തേക്ക് അതിന് ഭയങ്കര ഇഷ്ടം മൈലാഞ്ചി കൊണ്ടുവന്നിട്ട് 2 കൈയിലും 2 കാലിലിട്ടില്ലായിരുന്നു. കാലിട്ടായിരുന്നു. പിറ്റേ ദിവസം ഇട്ട് കൊടുത്തു. അതിന് അന്ന് തൊട്ട് പറയുന്നത് ഉമ്മി ഇക്ക മാമാടെ മോക്ക് ഇട്ട് കൊടുത്ത് എനിക്ക് മാത്രം ഇട്ട് തന്നില്ലെന്നും പറഞ്ഞുണ്ട്. ഞാന് പറഞ്ഞു ഉമ്മിക്ക് എന്നെ ചെറുതായിട്ട് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഇട്ട് തരാത്തത്. നമ്മളെ പായസിത ബിന്ദു ഫൈനലിലോട്ട് അടുക്കാറായിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് മുന്തിരി കൂടിപ്പോയോ എന്നൊരു സംശയം. പാല് കുറഞ്ഞു പോയോന്നൊരു ഡൗട്ട്. കാര്യം ആ സേമിയ മൊത്തം വെന്തിട്ടില്ല, അല്ലാതെ ഒന്ന് ഇങ്ങനെ കുറുകി വരുന്നു പായസം. നമ്മുടെ പായസം ഏകദേശം ഒരു 1/4 ഭാഗത്തോളം വേവൊക്കെയായി. ഇനി ഒരു ഇച്ചി നേരം കൂടി, അല്ല 1/4 ഭാഗത്തോളം വേവാൻ തോന്നില്ല, ഒരു ഇച്ചി നേരം കൂടി ഇരുന്നേച്ചാൽ മതി, പിന്നെ സെറ്റ്. അപ്പൊ കയ്യാപ്പി ഗിഫ്റ്റ് ഇല്ലെങ്കിൽ കണക്കൊന്നും ഇല്ലല്ലോ. കേക്ക് മുറിക്കത്തില്ലേ? കേക്ക് ഉണ്ടാകുന്ന ഞങ്ങൾക്ക് അറിയത്തില്ല. ഞാൻ പറഞ്ഞ എന്റെ ഫ്രണ്ടിന്റെ കല്യാണോ, അപ്പൊ വന്നിട്ട് ഓഫീസിൽ നിന്ന് വന്നിട്ടുള്ളൂ. അപ്പൊ ഓഫീസിൽ നിന്ന് എങ്ങനെ താമസിച്ച കേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് കയ്യാപ്പി നമ്മൾ അന്നേരം മേടിക്കത്തില്ല. നമ്മള് പിന്നെ ഫ്രണ്ടിന്റെ ഇന്ന് മെഹന്തി അപ്പൊ അതിന് പോയിട്ട് വന്നിട്ടേ കേക്ക് മേടിക്കത്തുള്ളൂ. അപ്പൊ കയ്യാപ്പിക്ക് നമുക്ക് കേക്ക് മേടിച്ചു. ഇപ്പൊ ഉടനെ പ്ലാനൊക്കെ പയ്യെ മാറിയൊക്കെ വരുന്നുണ്ട്. ഇനി കരയുവാന്നൊന്നും അറിയത്തൊന്നുമില്ല. കരയത്തൊന്നുമില്ലല്ലേടോ? നല്ല മുള കരയത്തൊന്നുമില്ല. ഇപ്പൊ ഇക്ക വിളിച്ചിട്ട് പറഞ്ഞ് ഇവിടെ ഒരാൾക്ക് ബോധക്ഷയം. ഇക്ക വിളിച്ചിട്ട് പറഞ്ഞ് ഇക്ക ഓഫീസിൽ നിന്ന് വരുമ്പോഴത്തേക്കും കേക്ക് മേടിച്ചോണ്ട് വരാം. അപ്പൊ ഞങ്ങള് പറഞ്ഞ ഇല്ലെന്നുണ്ടെങ്കിൽ അപ്പൊ ഇക്കാറ് ഓഫീസിൽ നിന്ന് വരുമ്പോഴത്തേക്ക് കേക്ക്, പക്ഷെ അഥവാ താമസിക്കുകയാണെങ്കിൽ നമുക്ക് കേക്ക് ബീച്ച് വാപ്പിടെ കാശില്ലടോ. ഗിഫ്റ്റ് ഒക്കെ വാപ്പി പിന്നെ വാങ്ങിച്ചു ആന്നൊക്കെ പറഞ്ഞ് ചിരിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് ഫോൺ വെച്ച ആൾ അതേ കിടക്കുന്നു. കണ്ട എവിടെ വാപ്പി പിണങ്ങോന്ന് വെച്ചപ്പോ ഇല്ല പിണങ്ങത്തില്ല, കരയുവാന്ന് പറഞ്ഞ് കരയത്തില്ല. വാപ്പിയുടെ മോളെ വാപ്പീനെ ഒരു കാരണവശാലും വിഷമിപ്പിക്കത്തില്ല. വാപ്പി എന്ത് മോളെ വേണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് വേണ്ടെന്ന് പറയും. എന്നിട്ട് മാറിയെന്ന് കരയും, അത് വേറെ കാര്യം. പക്ഷെ വാപ്പീനെ വിഷമിപ്പിക്കത്തില്ല. ഇങ്ങനെ ചെയ്ത് ഇത്രയുമായി പറഞ്ഞവരെല്ലാം ചെയ്ത് തരുന്നുണ്ട് ഇവര്. ലാസ്റ്റത്തെ ലുക്കാകുമ്പോ നമുക്ക് കാണാവേ. കയ്യാപ്പിക്ക് ഇപ്പൊ ഞങ്ങൾ കുറച്ചാളുടെ അങ്ങനെ ബലൂണിന്റെ ഡെക്കറേഷൻ അങ്ങനെയൊന്നുമില്ല. അപ്പൊ കയ്യാപ്പിക്ക് ബലൂണൊക്കെ വേണോന്നും പറഞ്ഞ് എനിക്ക് പിങ്ക് വേണോന്ന് പറഞ്ഞ് പിങ്ക് എടുത്താൽ പറഞ്ഞ എനിക്ക് യെല്ലോ കൂടെ വേണോന്ന് പറഞ്ഞ് അപ്പൊ എല്ലാം കൂടെ കുഞ്ഞ് ഡെക്കറേഷൻ. അതിനൊക്കെ ഉടുപ്പ് ഇപ്പൊ ഉടുപ്പിടണ്ട. അപ്പൊ ഇനിയിപ്പോ മണി 5 ആയി. എനിക്ക് 5 മണിയാകുമ്പോ റെഡി ആണോന്ന് പറഞ്ഞാണ്, നടന്നില്ല. ഇനിയിപ്പോ അടുത്തത് കേക്ക് വാങ്ങിച്ചോണ്ട് വരുന്നൊന്നും അറിയത്തില്ല. ഞങ്ങളിത് വെറുതെ ഒരു ഫോട്ടോ എടുക്കാൻ നിർത്തിയ ഫോട്ടോ പുതിയ എന്തായാലും ഡ്രസ് എടുത്തില്ലേ. കേക്ക് കട്ട് ചെയ്യുമോന്ന് ഞങ്ങൾക്ക് അറിയില്ല.
അതന്നെ ഇക്കാടെ ഞങ്ങള് തൽക്കാലം അപ്പുറത്തെ കടയിൽ നിന്ന് ഒരു കപ്പ് കേക്ക് എങ്കിലും മേടിച്ചോണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ചെറിയ കപ്പ് കേക്ക് ഇല്ലേ? ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങുവാണ്. അങ്ങനെ ഞങ്ങൾ ഒരുക്കങ്ങളും കഴിഞ്ഞു. ഇവിടുത്തെ ഒരുക്കങ്ങളും കഴിഞ്ഞിരിക്കാൻ വന്ന് മേലൊക്കെ കഴുകി ഫ്രഷായി. പക്ഷേ കേക്ക് കൊണ്ടുവന്നില്ല. കേക്കില്ല, ഗിഫ്റ്റ് ഒന്നും ഇല്ല. ഞങ്ങൾ ഇവിടെ വെച്ച പായസം പായസം ഞങ്ങൾ പാത്രത്തിലാക്കി വെച്ച് പാത്രത്തിൽ വെച്ച് പായസം എല്ലാം വെച്ചു. ഒരു ഫോട്ടോ എടുത്തു. എന്നിട്ട് ഞങ്ങളിപ്പം ഒരുങ്ങി നിൽക്കുന്നുണ്ട്, ഇതിനായിട്ട് നിൽക്കുന്നുണ്ട്. ഞങ്ങൾ പറഞ്ഞ ഫ്രണ്ടിന്റെ കല്യാണമാണ്, അപ്പം അതിന്റെ മൈലാഞ്ചില്ല, ഞങ്ങൾ പോകാൻ വേണ്ടി അതിനും കൂടെ ആയിട്ട് ഞങ്ങൾ ഒരുങ്ങിയതാ. അപ്പം ഇക്ക വന്ന് കഴിഞ്ഞിട്ട് കയ്യാപ്പി കുരിച്ച് പായസം, അതിനിടയ്ക്ക് പായസമൊക്കെ ചിലര് കട്ട് കുടിക്കും. പായസം എല്ലാം കൊടുത്തിട്ട് പായസം വെച്ചതാ. അപ്പൊ ഇതാ ഞങ്ങളുടെ കുഞ്ഞു ഫംഗ്ഷൻ തുടങ്ങാൻ പോകുന്നു. അതിന്റെ കയ്യാപ്പി കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി ചില പായസമൊക്കെ കുടിക്കാൻ സെറ്റ് അതിനിടക്ക് 2 സ്പൂണൊക്കെ കുടിച്ച് 5 സ്പൂൺ കുടിച്ചാ. ഇതാ പൈക്ക വന്നു, അല്ല കയ്യാപ്പിയുടെ ബാപ്പി വന്നു. കേക്ക് മേടിച്ചാ? ആ അമ്മയുടെ കല്യാണത്തിന് പോയി കഴിയുമ്പോഴത്തേക്ക്, കൂട്ടുകാരുടെ കല്യാണത്തിന് പോയി കഴിയുമ്പോഴത്തേക്ക് മേടിക്കുമല്ലേ? ആ കുഞ്ഞുമീ മോള് ഒരേ കളറാണല്ലോ. ഹായ്. ആ കയ്യാപ്പിയുടെ ഫുൾ ഡ്രസ് ഇതാണ് കയ്യാപ്പിയുടെ ഫുൾ ഡ്രസ്. കൊള്ളാവാ? അതെ തന്നെ. കയ്യാപ്പിക്ക് ഇങ്ങനത്തെ ഉടുപ്പ് വേണോന്ന് വെച്ച് കുറച്ചും കൂടെ ലെങ്തുള്ള ഉടുപ്പ് വേണോന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളമായിരുന്നു. പക്ഷെ എടുത്തിട്ട് കയ്യാപ്പിക്ക് ഇങ്ങനെ അധികം വണ്ണോ പൊക്കില്ല, അതൊന്നും ഇട്ടിട്ട് ഭയങ്കര. പിന്നെ ഞങ്ങൾ അവസാനം കുറേ തപ്പിയാണ് ഇത് കിട്ടിയത്. ഇതെന്തുവാടോ കയ്യാപ്പി? എന്തുവാടോ? എന്തുവാടോ? ഒരാൾ അന്തം വിട്ട് കുന്തം പിടിക്കണൊക്കെ ഇരിക്കുക. അനിയനിയുടെ സ്വന്തം കൈപ്പടവിൽ എഴുതിയ കേക്കാണ്. എന്തോടെ എഴുതിയിരിക്കുന്ന? വായിച്ചേ യാപ്പി. പാപ്പിയുടെ ചേച്ചി എന്തോ എഴുതിയിരിക്കുന്നത്? താനപ്പൊക്കെ കിട്ടിയ ആനിവേഴ്സറി നടത്താൻ. പാപ്പി മേടിച്ച ഉമ്മി എഴുതി. കൂടണ്ട കുട്ടിതായിക്കോ. Happy birthday to you. Happy birthday to you. Happy birthday to Khadija. Happy birthday to you. Cut. Happy birthday to you. Happy birthday to you. Happy birthday dear Khadija. Happy birthday to you. Cansou?
കയ്യാപ്പ് വാപ്പിക്ക് കൊടുക്കും. ബർത്ത്ഡേകൾ എന്തോ കഴിക്കുന്ന എന്നാ അപ്പം കയ്യാപ്പി കണ്ണടച്ച് ഇന്നൊരു സാധനം തരാം. ആണച്ചാ ഫസ്റ്റ് ആരുടെ സമ്മാനം വേണം? കുഞ്ഞുമ്മീടെ വേണം, അച്ചുകൂടെ വേണം? ഫസ്റ്റ് എന്നാലോ രണ്ടുപേരും തരാം. ഫസ്റ്റ് ആരുടെ വേണം? ഇക്കാക്കടെ മതി. അപ്പൊ ഇക്കാക്ക വാ. ഇക്കാക്ക തുറന്നു നോക്കുന്നല്ലോ. വെള്ളം തുറന്നു നോക്ക്. ഹാപ്പി ഹാപ്പി താങ്ക് യു. ഇക്കാക്ക കെട്ടിപ്പിടിച്ച്. ഇക്കാക്ക മോള്. ഇനി ആരെ ഗിഫ്റ്റ് വേണോ? കണ്ണടക്ക്. കണ്ണടച്ചല്ല എടുത്തത്. ഉമ്മ ഗിഫ്റ്റ് താങ്ക് യു പറ. എവിടെ നിന്നൊക്കെയാണ് ഗിഫ്റ്റ് പോയി? താനെടുത്ത് പയ്യെ കുടിക്കും. അല്ല വേറെ വലിച്ചെടുക്ക. നീ കയ്യാപ്പീനെ കിടക്കട്ടെ പാവം. വേറെ സാധനങ്ങളുണ്ടായിരുന്നു. അതിവിടെ എന്ത് ഗുണാക്കുന്നു? അത് മൊത്തത്തിൽ പിടിച്ചിരുന്നു. ഓണാകുമായിരുന്നു. കയ്യാപ്പിനെ കണക്ക് ഇനി അത് ഗിഫ്റ്റ് വേണോ? ഗിഫ്റ്റ് കുഞ്ഞുമ്മിക്ക് ഉമ്മ കൊടുക്കും ഗിഫ്റ്റ് തന്നതിന്. താങ്ക് യു പറ. പയ്യപ്പയ്യ എടുക്കണേ. കാക്ക പറഞ്ഞു എനിക്ക് രാജകുമാരിയുടെ കണക്കൊക്കെ ഇതീനെ വാങ്ങിക്കണം ഇവിടെ വെക്കാൻ. കാക്ക പറഞ്ഞു രാജകുമാരനെ കിരീടം.
കൽബുഷ് ഫിനിഷ്. മൂടുന്നു. ഹാപ്പി ആയോ? ഇഷ്ടപ്പെട്ടോ? നല്ലത് അത് ക്രയോൺസ്, ചെറുതോ ബോക്സ്. അങ്ങനെ കയ്യാപ്പിയുടെ പാവ മ്യൂസിക് ഇട്ട് ഞങ്ങളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ എല്ലാം കഴിഞ്ഞ് ബർത്ത്ഡേ ഡ്രസ്സ് എല്ലാം മാറി. ഇനി എങ്ങോട്ടാ? ആഹാ, ഇപ്പൊ ഞാനും കയ്യാപ്പിയും മാച്ച്. നേരത്തെ ആരായിരുന്നു മാച്ച്? ഇപ്പൊ ഞാൻ അന്ന് രണ്ടാമത്തെ ഉമ്മിയായിട്ട്. ഇനി എങ്ങോട്ടാ പോന്ന? ഇനി എങ്ങോട്ടാ? ഉമ്മിയുടെ കല്യാണം ഇല്ല. ഉമ്മിയുടെ കൂട്ടേന്റെ കയ്യാപ്പിക്ക് ഭയങ്കര സംശയം. എനിക്ക് ഇന്നോട്ട് 6ാമത്തെ വയസ്സിലോട്ടേക്ക് 6 വയസ്സായ ആയാന്ന്. അടുത്ത വർഷം ഈ ദിവസം 7 വയസ്സാവും. എനിക്ക് 6 വയസ്സായ, ഞാൻ വലിയ ഒച്ചയായ, അതൊക്കെയാണ് കയ്യാപ്പിയുടെ സംശയം. അച്ഛന് ഇന്ന് 10 വയസ്സാവാത്തതിന്റെ സങ്കടത്തിലാണ്. കയ്യാപ്പിയുടെ ബർത്ത്ഡേക്ക് നമ്മള് ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. ഒരു 100-500 പേർക്ക് നമ്മള് ഫുഡ് കൊടുക്കുന്നുണ്ട് അല്ലേ? പക്ഷെ കല്യാണ വീട്ടിൽ നിന്ന് അത് മാത്രമേ ഉള്ളൂ. അതെ, ഇവർക്ക് കുക്ക് ചെയ്തിരിക്കാൻ വേണ്ടി ഉമ്മി പ്ലാൻ ആക്കിയത്. നീഗ്രോ സ്റ്റൈൽ ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ട് ഗൈസ്? ഓണായത് കേക്ക് കണ്ടപ്പോഴേ ഓണായി. ഗിഫ്റ്റും കൂടി കൊടുത്തപ്പോ ഡബിള്. അതെ, മറ്റേ പാട്ട് എങ്ങനെ? നീ മുടി ചിക്കപ്പൊത്ത് ബീഫ് മാങ്ങാത്തൊലി ഇത്രയുള്ളു. അതെ, ഇവരുടെ കല്യാണത്തിനാണ് നമ്മൾ കയ്യാപ്പിയുടെ ബർത്ത്ഡേയുടെ ഫുഡ് കൊടുക്കുന്നത്. ഞങ്ങള് അവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഫുഡിലെല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങി. ഇവിടെ ഒരാൾ ഓഫായി. ഫുഡ് അടിച്ച് ഉറക്കം വന്ന് ക്ഷീണിച്ചിരിക്കുക കയ്യാപ്പി. ആണോ കയ്യാപ്പൂ? അച്ഛൻ ഇടി വെച്ച് ക്ഷീണിച്ചതാ. ആണോ അച്ചുകുട്ട? നീഗ്രോ ഹെയർ സ്റ്റൈലൊക്കെ പകുതിയുള്ളു, ബാക്കിയുള്ളപ്പൊക്കെ ചെതറിപ്പോയി.
അപ്പൊ കയ്യാപ്പി ഇന്നത്തെ എത്ര വയസ്സാ? 6. എത്രയായി പറ? 6. ഞങ്ങൾക്ക് ഇന്നോട്ട് 6 വയസ്സായാലോടെ കയ്യാപ്പു. കയ്യാപ്പിന് അച്ഛൻ അടുപ്പിക്കുന്നില്ല മൈലാഞ്ചിയുടെ മണം കൊണ്ട്. കയ്യാപ്പിയുടെ കയ്യില് ഭയങ്കര ചീഞ്ഞ മണമൊന്ന്. ഉടുപ്പിടുന്ന അത്ര ബാക്കി എല്ലായിടത്തും മൈലാഞ്ചിട്ടുണ്ട്. 2 കയ്യിലും 2 കാലിലും എന്നെ കൊണ്ട് പറയിപ്പിച്ചൊക്കെ മൈലാഞ്ചി ഇട്ടിട്ടുണ്ട്. കൈന്റെ അകത്തിട്ടെ 2 കൈയുടെ അകത്തും പുറത്തും കാലിലും ഇടിപ്പിച്ചിട്ടുണ്ട്. കൈന്റെ അകത്തിട്ടാ ആ അകത്ത്. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു വീഡിയോ വീണ്ടും വരുന്നതായിരിക്കും. Take care. Bye bye.